ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിപാവനമായ അൾത്താരയിൽ കയറി നിൽക്കുവാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും കൃപാസനം പ്രസാദോര മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് റീന എബ്രഹാം. ഞാൻ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ താമസിക്കുന്നത് കാനഡയിലെ സസ്കാച്ചുവൻ എന്ന് പറയുന്ന പ്രൊവിൻസിലാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിയാനിടയായത് യൂട്യൂബിലൂടെയാണ്. അതും എൻ്റെ ജോലി കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സായ ഞാൻ അവിടെ കെയറേഡായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. കൃപാസനത്തിൽ ഉടമ്പടി ധ്യാനത്തിലും അച്ഛൻ്റെ ടോക്കുകളും കേട്ടപ്പോൾ ഈശോയോട് കൂടുതലായി അടുക്കുവാനും ദൈവസ്നേഹത്തിൽ കൂടുതലായി അറിയുവാനും എനിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ ഞാനും ഹസ്ബൻഡും ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അതിൽ പ്രകാരം ഞങ്ങൾ ആദ്യത്തെ 3 മാസം ചെയ്തിരുന്നു. പക്ഷേ എല്ലാം കറക്റ്റായി ഫോളോ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഈവനിങ് ഡ്യൂട്ടി വരുമ്പോൾ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ ലേറ്റായിട്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനും ഹസ്ബൻഡും തന്നെ ചെയ്യുമായിരുന്നു. കുട്ടികളെ കൂട്ടാതെ അവർ സമയത്ത് കിടത്തി ഉറക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് മൂലം തന്നെ ആദ്യത്തെ എൻ്റെ നിയോഗമായ എൻക്ലക്സ് സാറൻ എന്ന പരീക്ഷ അവിടെ പാസ്സാകണം, നേഴ്സായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഉടമ്പടിയിലെ ആദ്യ നിത്യ നിയോഗമായ എൻക്ലക്സ് സാറൻ പരീക്ഷ എന്നത് എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് പുനഃപരിശോധിച്ചു. എന്താണ് ഞങ്ങൾക്ക് ഉടമ്പടിയിൽ കുറവ് വന്നത്, എങ്ങനെയാണ് ഞങ്ങൾ ഉടമ്പടി ഇനി കൂടുതലായി ചെയ്യേണ്ടത്. ഓൺലൈൻ എടുത്തതുകൊണ്ട് തന്നെ വലിയ കാര്യം അധികമാണെന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ കൂടുതലായി ടോക്കുകൾ എല്ലാ ചൊവ്വാഴ്ചയിലും ടോക്കുകൾ കേൾക്കാനും സാക്ഷ്യങ്ങൾ കൂടുതലായി കേൾക്കാനും തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പ്രാർത്ഥന മാത്രമല്ല, ജീവിക്കുന്ന ദൈവം പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ മാതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കേണ്ടതാണെന്ന്. അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ കൂടുതലായി വിശദീകരിക്കാൻ തുടങ്ങി. കൂടുതലായി കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. കൊറോണ കാരണം കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ പോകാതിരുന്നതിന് അത് കൂടുതലായി എനിക്ക് സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈവനിങ് ഡ്യൂട്ടി ഉള്ളപ്പോഴും ഓഫിൻ്റെ ദിവസങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ആദ്യമൊക്കെ വിൻ്ററിലൊക്കെ മടിയായിരുന്നു. എങ്കിൽ പോലും പിന്നെ ഞാൻ ഈശോയോടുള്ള സ്നേഹം കൂടുതലായി വർദ്ധിച്ച് ദൈവസ്നേഹത്തോടെ ഈശോയോട് കുർബാനയ്ക്ക് പോകാനും എന്തെങ്കിലും ഒരു ചെറിയ പാവം ചെയ്താൽ പിന്നെ കുമ്പസാരിക്കാൻ അതിയായി ആഗ്രഹമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കുടുംബമായിരുന്ന് പ്രാർത്ഥിച്ച് ഓഗസ്റ്റിൽ ഡേറ്റ് എടുത്തു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഡേറ്റ് എടുക്കാൻ. പക്ഷേ ഹസ്ബൻഡിൻ്റെ പ്രോത്സാഹനം മൂലം മാതാവിൻ്റെ ദിവസമായ ചൊവ്വാഴ്ച ദിവസം ഇവിടുത്തെ ധ്യാനം നടക്കുന്ന ദിവസം ഞാനവിടെ പരീക്ഷ എഴുതി. അതിന് പ്രകാരം ഞാൻ വിജയകരമായി 85 ക്വസ്റ്റ്യൻ കറക്റ്റ് 85 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം പാസ്സാവണമെങ്കിൽ. 150 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 85 ക്വസ്റ്റ്യനിൽ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതൊരു വലിയ മിറക്കിളായി കണക്കാക്കുന്നു. ഞാൻ എൻ്റെ മാതാവ് എനിക്ക് പരീക്ഷ എഴുതി ജയിപ്പിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാനത് ഒരുപാട് പേരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഉടമ്പടി വെച്ച കാര്യമായിരുന്നു, ഞങ്ങൾക്ക് 35 വർഷമായിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കുള്ള വഴി ശരിയായി നിന്നിട്ടില്ലായിരുന്നു. ഒരു നടപ്പ് വഴിയായിരുന്നു. അത് വഴിയായി തരാൻ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1.5 മാസം കൊണ്ട് തന്നെ ആ വഴി വലിയ വണ്ടികൾക്ക് പോകാൻ സാധിക്കുന്ന വഴിയായിട്ട് ഇപ്പോൾ ലഭിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് വിശുദ്ധ കുർബാനയോട് ഇപ്പോൾ അതിയായ സ്നേഹമാണ്. ഒരു ദിവസം അച്ഛന് എന്തെങ്കിലും കാരണവശാൽ കുർബാനയില്ല, എനിക്ക് ഓഫുള്ള ദിവസം ഇല്ലാതെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാകും. അപ്പം ഞാൻ ആ സെയിം സമയത്ത് തന്നെ ഓൺലൈനായിട്ട് കുർബാന കൂടാൻ ശ്രമിക്കാറുണ്ട്. മാത്രമല്ല 2 ആഴ്ച കൂടുമ്പം കാനഡയിലാണെങ്കിൽ പോലും കുമ്പസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക്
കരുണക്കൊന്ത ചെല്ലാൻ അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അതിനോടൊന്നും വലിയ താല്പര്യമുള്ള വ്യക്തിയല്ലായിരുന്നു. പക്ഷേ 3 മണിക്ക് രാത്രിയിലും വൈകുന്നേരമൊക്കെ എഴുന്നേറ്റ് കരുണക്കൊന്ത ചെല്ലാൻ എനിക്ക് അതിയായ ആഗ്രഹം തുടങ്ങി. അതുപോലെ തന്നെ ഇവിടുത്തെ 2:30 അവിടെ ഞങ്ങൾക്ക് നൈറ്റായിരിക്കും. ആ സമയത്ത് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്ക് എഴുന്നേക്കാൻ സാധിക്കണേ. 2-3 ദിവസം അലാറം വെച്ചു. പക്ഷേ അലാറം വെക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്കും ഹസ്ബൻഡിനും വേറെ വേറെ ദിവസങ്ങളിലായിട്ട് അനുഭവപ്പെട്ടു. ഇതൊക്കെ ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ മാതാവിനോട് കൂടുതലായിട്ട് എത്രയും മാതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് ചെല്ലുകൊണ്ടിരുന്നത്. ജപമാല പ്രാർത്ഥിക്കണമെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം 1 മണിക്കൂർ കൊണ്ട് 2 ജപമാല ചെല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതാവ് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരുന്നത് പോലെ എനിക്ക് ദൈവം ഇഷ്ടമാണെങ്കിൽ നിറവേറ്റി തരണമേ എന്ന് ഞാൻ പറയാറുള്ളൂ. അതൊക്കെ എനിക്ക് നിറവേറ്റി തരാൻ പറയാറുണ്ട്. ഞാനിന്ന് ഡ്രൈവിങ്ങിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സ്പീഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചില കെയർലെസ് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ടായിരുന്നു. ആക്സിഡൻറ്റിൻ്റെ വക്കോളം എത്തി നിന്നിട്ടും പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല. മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും സംഭവിക്കാതെ മാതാവ് അത്ഭുതകരമായി ഇടപെട്ട് എനിക്ക് ഡ്രൈവിംഗ് ഇപ്പോൾ സേഫായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനോടുള്ള പേടി മാറ്റി തന്നു മാതാവ്. കൂടുതലായും ഞാൻ മാതാവിനെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്, എൻ്റെ കാറിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കണമേ മാതാവേ എന്ന്. അപ്പം മാതാവ് എൻ്റെ കൂടെ ഉള്ള പോലെ തോന്നും. അതുകൊണ്ട് എനിക്ക് വിൻ്ററിലാണെങ്കിൽ പോലും സ്പീഡിലൊക്കെ പോകുവാണ്, നാച്ചുറലി സ്പീഡിൽ പോകുന്ന ഒരാളായതുകൊണ്ട് പക്ഷേ ആക്സിഡൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാനത് വിശ്വസിക്കുന്നു. ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി.